Hello friends, welcome to Simi's Crafty World. A4 size കളർ പേപ്പറിൽ വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു പേപ്പർ ഫ്ലവറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിവിടെ പല കളറിലുള്ള A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് ഓരോന്നായി ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് നമുക്ക് കുട്ടികളുടെ വളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ബ്ലൂ കളർ പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. A4 സൈസ് പേപ്പർ മുഴുവനായി കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്കിവിടെ 24 സർക്കിൾ ഷേപ്പിലുള്ള പേപ്പർ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പേപ്പർ നമുക്ക് ഒരു കോണിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. എല്ലാ പേപ്പറും ഇതുപോലെ കോണിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ പെറ്റലായി യൂസ് ചെയ്യുന്നത്. എല്ലാ പേപ്പറും ഒട്ടിച്ചെടുത്ത് കോണിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റെഡ് കളർ പെറ്റൽസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 കളറിലുള്ള പെറ്റൽസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ഗ്രീൻ കളർ A4 സൈസ് പേപ്പർ എടുത്ത് നമുക്കത് 3ആയി ഫോൾഡ് ചെയ്തെടുക്കാം. ഫ്ലവറിന് വേണ്ടിയുള്ള സ്റ്റെം ഉണ്ടാക്കുന്നതിനാണ് ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഫോൾഡ് ചെയ്ത പേപ്പർ ഞാനിവിടെ 3ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പേപ്പറും ഇതുപോലെ ചുരുട്ടിയെടുത്ത് നമുക്ക് ഒരു സ്റ്റെമ്മിൻ്റെ രൂപത്തിലാക്കി എടുക്കാം. ഞാനിവിടെ 3 പേപ്പറും ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഓരോ പെറ്റൽസും ഈ സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഏറ്റവും മുകളിലായി ഒരു പെറ്റൽ ഒട്ടിച്ചതിന് ശേഷം അതിന് താഴെയായി 3 പെറ്റൽസ് ഒട്ടിക്കേണ്ടതുണ്ട്. പെറ്റൽസ് ഓരോന്നും സ്റ്റെമ്മിലേക്ക് ഒട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് അവിടെ ജോയിൻ ചെയ്ത ഭാഗമായിരിക്കണം സ്റ്റെമ്മിലേക്ക് ഒട്ടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഫ്ലവർ നല്ലൊരു ഷേപ്പിൽ കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും സൈഡ് യൂസ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ ഫ്ലവറിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഭംഗി പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ലെയർ പെറ്റൽസ് ഒട്ടിച്ചതിന് ശേഷം പെറ്റൽസിന് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് വേണം അടുത്ത പെറ്റൽസ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ ഓരോ പെറ്റലും ഓരോ ലെയറായി താഴെ താഴെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാ പെറ്റൽസും ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇനിയിപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ബോറടി മാറ്റാനും ഒക്കെ ഈ പേപ്പർ ക്രാഫ്റ്റ് ചെയ്ത് പഠിപ്പിക്കാവുന്നതാണ്. എല്ലാ പെറ്റലും ഞാനിവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെ ഞാൻ റെഡ് കളർ ഫ്ലവറും ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം സെയിം കളർ
പേപ്പറിലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളറിലും ഇതുപോലെ പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ളതും വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്നതുമായ പേപ്പർ ഫ്ലവർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നല്ലൊരു ക്രാഫ്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.